ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊരു ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കാലത്ത് തന്നെ എണീറ്റ് പല്ലുതേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം മിറ്റടിക്കണം. മിറ്റത്ത് നിറച്ച് പുല്ലായിരുന്നു. അപ്പോൾ പുല്ല് വിജയശേട്ടൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ചെത്തിക്കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വേഗം വിളക്ക് വെക്കുകയാണ്. വിളക്ക് വെച്ചതിന് ശേഷം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഏതാണ്ട് ഒരു 8 മണി 8:30 ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിളക്ക് വെക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം പുട്ടുണ്ടാക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ പുട്ടിനെ കടല വെള്ളത്തിലിടാൻ ഞാൻ മറന്നു. പിന്നെ പഴമാണെങ്കിൽ വിജയശേട്ടൻ വാങ്ങാൻ പോയപ്പോൾ പഴം കിട്ടിയില്ല. അപ്പോൾ പപ്പടം വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വേഗം പുട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നാളികേരമൊക്കെ ചിരകിയെടുത്തു. അതിനുശേഷം പുട്ടിനൊക്കെ പൊടിയൊക്കെ നനച്ച് പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചപ്പോഴേക്കും വേഗം ബിജാഷേട്ടൻ പപ്പടമൊക്കെ വറുത്തെടുത്തു. അതിനുശേഷം ഞാനും ഭാവിച്ചും ബിജാഷേട്ടനും വേഗം ചായയൊക്കെ കുടിച്ചു. മണിക്കൂട്ട് ഇവിടെ ഇല്ല, മാമൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവനെ ഉച്ചതിരിഞ്ഞ് പോയി കൊണ്ടുവരണം. ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ബിജാഷേട്ടൻ മുറ്റത്തെ പുല്ലൊക്കെ ചെത്താനായിട്ട് നോക്കി. നിറച്ച് പുല്ലായിരുന്നു, വീടിൻ്റെ ചുറ്റുഭാഗവും നിറച്ച് പുല്ലാണ്. നല്ല മഴയല്ലായിരുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ നല്ലൊരു വെയിലും കണ്ടു. അപ്പോൾ അങ്ങനെ ബിജാഷേട്ടൻ മുറ്റത്ത് പുല്ലൊക്കെ ചെത്തുമ്പോഴേക്കും ഞാൻ വേഗം അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്യാനായിട്ട് നോക്കി. എത്ര അടിച്ചു വാരിയാലും തുടച്ചാലും നമ്മുടെ അകത്ത് നിറച്ച് പൊടിയാണ്. എന്താണെന്ന് വെച്ചാൽ ടൈലൊന്നല്ലല്ലോ, ഈ സിമെൻറ്റ് ചാന്തല്ലേ വെച്ചിരിക്കണത്. അപ്പോൾ ആകെ പൊടിയായിരുന്നു. എന്നാലും ഞാൻ ദിവസത്തിൽ 2-3 പ്രാവശ്യമൊക്കെ അടിച്ചു വാരും വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അടിച്ചു വാരലും തുടക്കലൊക്കെ ചെയ്യാനായിട്ട് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കണം, തുണികൾ കഴുകണം. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് ബിജാഷേട്ടൻ്റെ ഷർട്ടുകളൊക്കെ ഉണക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കിടക്ക നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല മഴക്കാലമാകുമ്പോൾ നമ്മൾ അതിലാണ് കിടക്കാറ്, താഴ്ത്ത് വിരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ബിജാഷേട്ടൻ കൊണ്ടുപോയി വെയിലത്തിട്ടു. അപ്പോൾ പിന്നെ മുറ്റത്തെ പുല്ലൊക്കെ ഒരുവിധം വലിക്കൽ കഴിഞ്ഞപ്പോൾ ആൾ ടെറസിൻ്റെ മുകളിൽ വൃത്തിയാക്കാനായിട്ട് കയറി. അപ്പോൾ സൺസൈഡുമ്മേ മുരിങ്ങയുടെ കൊമ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെട്ടിക്കളഞ്ഞു. അപ്പോഴേക്കും ഞാൻ വേഗം അടുക്കളയൊക്കെ വൃത്തിയാക്കി അതിനുശേഷം കറിയൊക്കെ വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ തലേ ദിവസം ചേച്ചിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ കുറച്ച് പച്ചക്കറി മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പച്ചക്കറി എന്താ കറി വെക്കേണ്ടതെന്ന് നോക്കിയപ്പോൾ പിന്നെ വാവിച്ച് പറഞ്ഞു അവിയൽ വെച്ചോളാൻ പറഞ്ഞു. ആൾക്ക് നല്ല ഇഷ്ടമാണ് അവിയൽ. അപ്പോൾ ഞാൻ അതിനുള്ള കഷ്ണമൊക്കെ നുറുക്കിയെടുക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അവിയലിനുള്ള എല്ലാ കഷ്ണങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം നുറുക്കിയെടുത്തതിന് ശേഷം അതൊക്കെ കഴുകി വാരി അടുപ്പത്ത് വെച്ചു. അപ്പോൾ കഷ്ണമൊക്കെ നുറുക്കിയ അടുപ്പത്ത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ബിജാഷേട്ടനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കുറച്ച് നേരമൊക്കെ പോയി. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും പിന്നെ കുറച്ച് 2-3 പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് ഞാൻ അതൊക്കെ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് നാളികേരവും നല്ല ജീരകവും പച്ചമുളകും കൂടിയിട്ട് വെറുതെ ഒന്ന് ഒതുക്കിയെടുക്കാൻ പോവാണ്. അതൊക്കെ ചെയ്ത് വന്നതിന് ശേഷം ഞാൻ അവിയലൊക്കെ വെന്തോ നോക്കിയപ്പോൾ അത്യാവശ്യം ഇങ്ങനെ വെന്ത് തിളച്ച് പാകമായി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെള്ളം അധികം വെച്ചിട്ടുണ്ടായിരുന്നു, വേറെ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തിരി ചാറായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നാളികേരമൊക്കെ ഞാൻ ഒതുക്കിയെടുത്തത് ചേർത്തതിന് ശേഷം പിന്നെ തൈര് അടിച്ചെടുക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ തൈര് അടിച്ചെടുത്തു. അപ്പോൾ അങ്ങനെ തൈര് ഒഴിച്ചതിന് ശേഷം അവിയലൊക്കെ വെന്ത് പാകമായി വന്നപ്പോൾ ഞാനതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ അതൊക്കെ നന്നായി ഇളക്കി കൂട്ടിയിട്ട് പൊത്തി അടച്ച് മൂടി വെച്ചു. അതൊന്ന് തുറക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. അപ്പോഴേക്കും ബിജാഷേട്ടൻ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ബിജാഷേട്ടനും വാവിച്ചിക്കും ചോറൊക്കെ കൊടുത്തു. അതിന് ശേഷം ഞാനും ചോറുണ്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഉച്ചയ്ക്ക് ഇരുന്ന് സംസാരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നാളെ സ്കൂൾ തുറക്കുകയല്ലേ, തിങ്കളാഴ്ച. അപ്പോൾ അവർക്കുള്ള ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയി. അപ്പോൾ നേരെ ഞാൻ വാവച്ചിയുടെ യൂണിഫോം വാങ്ങാനാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ കിട്ടും. വടക്കാഞ്ചേരി ലക്ഷ്മി സ്റ്റോഴ്സിൽ അത്യാവശ്യം എല്ലാ സ്കൂളിൽ യൂണിഫോമുകളും അവിടെ ഉണ്ട്. യൂണിഫോം മാത്രമല്ല, ഒരുവിധം എല്ലാ തുണികളും അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ വേഗം തൊട്ടപ്പുറത്ത് ഒരു പ്യാരി എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ പോയിട്ട് വാവച്ചിക്ക് കുറച്ച് കമ്മലും പിന്നെ മുടിയുമിലേക്കുള്ള ക്ലിപ്പും ബണ്ണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ നല്ല നല്ല കമ്മലുകൾ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ഞാൻ കമ്മലുകളും വളകളും എല്ലാം വീഡിയോ പിടിച്ചു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡ്രസ്സാണെന്ന് വെച്ചാൽ അതിനുള്ള കമ്മലുകളൊക്കെ അവിടെ ഉണ്ട്. വടക്കാഞ്ചേരി പ്യാരി എന്ന് പറഞ്ഞ കടയിൽ അത്ര പൈസയുമില്ല. അപ്പോൾ ഞാൻ വാവച്ചിക്ക് ചെറിയ കമ്മലുകളൊക്കെ വാങ്ങിച്ചു, സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ 2 ഭാഗത്ത് മുടി കെട്ടണം, അപ്പോൾ അതിനുള്ള ബണ്ണുകളും എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു. അപ്പോൾ ഞാൻ ഇതൊരു ഷോർട്ട്സായി തന്നെ ഇട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ ചാനൽ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ കണ്ട് നോക്കണം. അതിനുശേഷം ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോണത്. അപ്പോൾ വാവിച്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ വീടിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് ജ്യൂസൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തി വേഗം മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ 10-25 ബുക്കൊക്കെ ഉണ്ടായിരുന്നു, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, പിന്നെ ടെക്സ്റ്റ് ബുക്ക് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊതിഞ്ഞെടുക്കണം. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു. അപ്പോൾ അങ്ങനെ
എല്ലാ സാധനങ്ങളും ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ട്. ബാഗും കുടയൊന്നും വാങ്ങിച്ചിട്ടില്ല, അത് കഴിഞ്ഞ വർഷത്തെ ഉണ്ടായിരുന്നു, അത് കാരണം അതൊന്നും വാങ്ങിച്ചില്ല. ബുക്കുകൾ, പേന, റൂൾ പെൻസിൽ എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ വാവിച്ചിയുടെ യൂണിഫോമാണിത്. അപ്പോൾ കോട്ട് നമുക്ക് തയ്ക്കണം. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ കൊടുക്കണം. അപ്പോൾ കോട്ടിനുള്ള തുണിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂണിഫോമൊക്കെ നിവർത്തി നോക്കിയതിന് ശേഷം ഞാൻ വാങ്ങിച്ച സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചു. അപ്പോൾ ബുക്കൊക്കെ പൊതിയാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനും ബിജേഷേട്ടനും വാവിച്ചിയും ബുക്കൊക്കെ പൊതിഞ്ഞ്, മണിക്കുട്ടനും ബുക്കൊക്കെ പൊതിഞ്ഞ് കൊടുത്തപ്പോൾ വാവിച്ചി അതിൽ നെയ്സിലിപ്പ് ഒട്ടിച്ച് പേരൊക്കെ എഴുതി. അപ്പോൾ അങ്ങനെ വാവിച്ചിക്ക് ഞാൻ ഒരു ഐലൈനറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 100 രൂപയുടെ വെള്ളം കുപ്പിയാണിത്. അപ്പോൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബുക്കൊക്കെ പൊതിയാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ മണിക്കൂട്ടനെ അത്രയ്ക്ക് അറിയൊന്നുമില്ല, നാളെ ആളറിയണ പോലെയൊക്കെ പൊതിഞ്ഞു. അപ്പോൾ ഞാനും പൊതിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് പൊതിഞ്ഞ് കഴിഞ്ഞത്. പൊതിഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തീരെ വയ്യാണ്ടായി, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോഴേക്കും കാലത്തെ അവിയൽ കൂട്ടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം മുട്ട ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് സബോളയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോഴേക്കും ഒരു മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് കഴിച്ചു. അപ്പോൾ മക്കളും പറഞ്ഞു നല്ല വിശപ്പുണ്ട്, വേഗം മുട്ട ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ചോറുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ അതൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എല്ലാവർക്കും ഓരോ ഓംലേറ്റൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ വേഗം ചോറൊക്കെ വിളമ്പാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 9 മണി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാവർക്കും ചോറൊക്കെ വിളമ്പിയപ്പോൾ വേഗം വാവിച്ച് ചോറൊക്കെ ഹോളിൽ കൊണ്ടുവച്ചു. ഞങ്ങളെല്ലാവരും താഴ്ത്തിരുന്നിട്ടാണ് കഴിക്കുക, അതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ വാവിച്ച് എല്ലാവർക്കുള്ള മുട്ട ഓംലേറ്റൊക്കെ ചോറിലിട്ട് കൊടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചോറുണ്ടതിന് ശേഷം ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴുകി അടുക്കളയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നാളെ സ്കൂൾ തുറക്കല്ലേ, അപ്പോൾ കാലത്തേക്കുള്ള അരിയൊക്കെ അടപ്പത്തിട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് വേണം. നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.